ഓക്കെ, നമസ്കാരം. ഞാൻ സുധീഷ് സദാശിവൻ. നമ്മൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് മാർക്കറ്റ് പ്രൊഫൈലും അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിഫ്റ്റി എന്താണ് 24,800 മുതൽ 24,750, 775 വരെയുള്ള ഏരിയ എന്നുള്ളത് സപ്പോർട്ട്സോടാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രം നമുക്കൊരു ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇതിന് താഴെയാണ്. അപ്പൊ തന്നെ പ്രൈസ് സജഷൻ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അപ് സൈഡിലേക്ക് നമുക്ക് അത്ര കൺവിഷൻ ഇല്ല, കാരണം മാർക്കറ്റിന്റെ ഓവറോൾ ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ചെറിയൊരു കറക്ഷൻ ആണ് ഇപ്പം നിഫ്റ്റിയിൽ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് കുറെ കുറെ സമയം മാർക്കറ്റ് ഇതിന് മുകളിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് അതിന് ലാസ്റ്റ് എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് നമ്മൾ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇവിടെ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ എൻട്രി എടുക്കുന്ന ആൾക്കാർക്ക് ഇന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ ലെവൽസും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽ, അതായത് 56,200 മുതൽ 56,300 വരെയുള്ള ലെവൽ എന്താണ് ഒരു സപ്പോർട്ട് സോൺ ആണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ എന്താണ് മാർക്കറ്റ് അവിടെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പൊ അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ബൗൺസ് ചെയ്ത് ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, കാരണം ബാങ്ക് നിഫ്റ്റി രാവിലെ ഓപ്പൺ ചെയ്യുന്ന ഒരു സപ്പോർട്ട് സോണിലും നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന എന്താണ് സപ്പോർട്ട് സോണിന്റെ താഴെയായിരുന്നു. അപ്പൊ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ വന്നത്, കാരണം അവിടുന്ന് ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്ത സമയത്ത് നിഫ്റ്റി തിരിച്ച് ബൗൺസ് ചെയ്ത് അതിനുശേഷം എന്താണ് ബാങ്ക് നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ലെവൽ എടുത്തിട്ട് അവിടുന്ന് താഴേക്ക് വന്നപ്പോഴാണ് നിഫ്റ്റി താഴേക്ക് വന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേ ഡയറക്ഷനിലാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ നിഫ്റ്റിയിൽ ഒരു ബൈങ് പ്രഷർ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ ആണെങ്കിൽ നമ്മൾ ആ ദിവസം ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മാർക്കറ്റിൽ ഒരു വോൾട്ടാലിറ്റി അല്ലെങ്കിൽ അപ്പൊ നിഫ്റ്റി മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സൈഡിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി അല്ല, അതുപോലെ തിരിച്ചും മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്സ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഒരു ആസ്ട്രൽ സ്റ്റോക്ക് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇടുന്ന സ്റ്റോക്കിന്റെ ഒരു ലെവൽസ്, അപ്പൊ നമ്മളൊരു ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ ലെവൽസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതാണ്, ഇവിടെ ഈ ഒരു ലെവലാണ് ആസ്ട്രൽ എന്ന സ്റ്റോക്ക് എന്നാണ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യണം. അതായത് 1442 മുതൽ 1445 വരെയുള്ള ലെവൽ. അപ്പൊ അതിന്റെ താഴെയാണ് ശരിക്കും നമ്മുടെ ഒരു ഓപ്പണിംഗ്. കാരണം നമ്മൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡേറ്റയും കാര്യങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ താഴെയാണ് ഇനിയിപ്പോ മാർക്കറ്റ് നിങ്ങൾ ഇതിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇതുപോലെയുള്ള മാർക്കറ്റ് ഈ ലെവലിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ നമ്മളത് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പൊ അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ആ ഒരു ഈ ലെവലിന് വാലിഡിറ്റി ഇല്ല. പക്ഷെ ഇവിടെ നിന്നിപ്പം ഇത് നമുക്ക് എൻട്രി എടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ മാച്ച് ആയില്ലെങ്കിൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലെവലിനെ കുറെ സമയം മാർക്കറ്റ്, കാരണം ഇവിടെ ഒരു ആക്ടിവിറ്റി നടന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് മാർക്കറ്റ് എന്താണ് ആ ഒരു ലെവലിനെ കുറെ സമയം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് എന്ത് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴേക്ക് പോയി. അപ്പൊ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഇവിടെയാണ്. ഏകദേശം നല്ലൊരു പോയിന്റ് അവിടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 1442 മുതൽ 1409 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു സ്റ്റോക്കാണ് LTT എന്ന സ്റ്റോക്ക്. അപ്പൊ അതും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെയാണ്. LTT LTTS എന്ന സ്റ്റോക്കാണ്. അപ്പൊ ഈ സ്റ്റോക്കിൽ നമ്മൾ വരച്ച ലെവൽസ് ആണല്ലേ. അപ്പൊ ഇതും നല്ലൊരു എൻട്രി എന്ന് പറയുന്നതാണ് ഈ ഒരു ലെവലിന്റെ താഴെ ഈ ഒരു ഏരിയയുടെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. പക്ഷെ ഇന്നിപ്പം നിഫ്റ്റിയിൽ രാവിലെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് എന്താണ് ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ കുറെ സമയം സ്ട്രഗിൾ ചെയ്ത് അവസാനം എന്ത് ചെയ്തു, അത് നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ഇവിടെ ചെറിയ പ്രോഫിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വരച്ച ഒരു ലെവലിന്റെ അടുത്തേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ. അപ്പോളോ ഹോസ്പിറ്റൽ എന്ന സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം അതൊരു ബൈ സൈഡിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു. പക്ഷെ എന്താണ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ രാവിലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ആയിട്ട് നേരെ ഒരു ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ആ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോയി. ഒരുപക്ഷെ ഇത് നമ്മൾ നമ്മുടെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു ലെവൽ നമ്മളൊരു ലെവൽ പറയുമ്പോൾ ആ ലെവലിന്റെ മുകളിലായിട്ടൊരു അപ്സൈഡിലേക്കാണെങ്കിൽ അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രീൻ ക്യാനിൽ ഫോം ചെയ്യണം. ഒരു ഫസ്റ്റ് ക്യാനിൽ ഗ്രീൻ ക്യാനിൽ ആയിരിക്കണം. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനായിട്ട് പാടില്ല. അതിന്റെ മുകളിൽ ഓക്കെയാണ്. അപ്പൊ അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എൻട്രി എടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ആ നമ്മുടെ കണ്ടീഷൻസ് മാറ്റാവുന്നില്ല. അപ്പൊ അത് ആ ലെവലിൽ ക്രോസ് ചെയ്ത് നമുക്ക് എന്താണ് നേരെ താഴേക്കാണ് പോയത്. ഇത് ക്രോസ് ചെയ്താൽ പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഈ സ്റ്റോക്ക് നിങ്ങളുടെ വ്യൂ പ്രകാരം ഇപ്പൊ വേറൊരു വ്യൂവിൽ ഇപ്പൊ ഇത് മുകളിലോട്ട് പോകുമെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പൊ നമ്മൾ ഇടുന്ന ഒരു പ്രത്യേക ഒരു സ്മാർട്ട് മണിയുടെ ഒരു ആക്ടിവിറ്റി മനസ്സിലാക്കിയാണ് നമ്മളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു
സ്ട്രാറ്റജി പ്രകാരം ഇത് നമുക്ക് എൻട്രി ചെയ്യാം. അപ്പം ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഈ സ്റ്റോക്സും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് ഒക്കെ നമ്മൾ ഒരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു 2-3 ലൈവ് സെഷൻസ് നമ്മൾ ഒരു സൂം വഴി കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എൻട്രിയും അതുപോലെ തന്നെ എങ്ങനെയാണ് നിഫ്റ്റിയുടെ വ്യൂസ് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് കുറെ നാളായിട്ട് ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ അതിൽ ആക്റ്റീവ് ആകാനായിട്ട് പോകാൻ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് മുതൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറെ നാളായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇനിയിപ്പോ എന്തായാലും നമ്മൾ ആക്റ്റീവ് ആകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇന്നിപ്പോ നോക്കാനായിട്ട് പോകുന്നത് നിഫ്റ്റിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഒരു 1-2 സ്റ്റോക്സും. പിന്നെ നിങ്ങളിത് പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളിത് നിങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട് കണ്ടീഷൻ മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രിയിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ നമ്മൾ നിഫ്റ്റിയുടെ ഒരു വ്യൂ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ ഓൾറെഡി നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ എന്നുള്ള ഒരു സിംഗിൾ പ്രിന്റ്, അതുപോലെ തന്നെ POC ലെവൽസ്, അതുപോലെ തന്നെ വാല്യൂ ഏരിയ ഹൈ ആൻഡ് ലോ, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു സെറ്റപ്പ്, നിങ്ങൾ കൂടുതൽ ആളുകൾ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ആണ്, ട്രേഡിംഗ് വ്യൂ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നാളത്തെ ഒരു സെറ്റപ്പ് നമ്മൾ എങ്ങനെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ നിഫ്റ്റിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ലെവൽ എന്താണ്, ഇപ്പൊ 24,775 നോട്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ കുറച്ച് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 24,775 മുതൽ 24,800 വരെയുള്ള ലെവൽ എന്താണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്ന ലെവലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നാളത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഓവറോൾ ഒരു ഡൗൺ സൈഡ് മൂവ് ആണ്, ഒരു കറക്ഷനിലാണ് ഇപ്പൊ നിഫ്റ്റി പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിഫ്റ്റി എന്താണ് താഴേക്ക് വരുവാണെങ്കിൽ 24,800 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റ് നെക്സ്റ്റ് ഒരു മേജർ സപ്പോർട്ട് ഇവിടെയാണ് 24,500 എന്ന് പറയുന്ന ലെവലാണ്. ഇവിടെ നമ്മൾ 24,530 മുതൽ 24,480 വരെയുള്ള ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ എന്താണ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട്, അതായത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, ഇതിപ്പം നിഫ്റ്റിയുടെ ഇന്നത്തെ വാല്യൂ ഏരിയ ലോ ആണ്. അതായത് വാല്യൂ ഏരിയ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു 68-70% മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത ഒരു പ്ലേസ് ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മാർക്കറ്റ് പ്രൊഫൈലൊക്കെ നോക്കുന്ന ആളുകൾക്ക് വാല്യൂ ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനിതിലെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ നോട്ട് ചെയ്തത്രേ ഉള്ളൂ, ഈ ലെവലിന് താഴെയാണ് നാളത്തെ ഓപ്പണിംഗ് എങ്കിൽ ഈ ഒരു വാല്യൂ, അതായത് 24,700 താഴെ നാളെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ, അതായത് പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയിപ്പോ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കുറെ സമയം ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് താഴേക്ക് വന്നാൽ എന്താണ് നേരെ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ ചെറിയൊരു ഇവിടെ ഈ ഒരു ലെവലിലൊരു പ്രീവിയസിലെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പൊ അത് ആ ലെവൽ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഞാനിപ്പോൾ അതിലേക്ക് എന്തായാലും പോകുന്നില്ല. ഗ്യാപ്പ് ഏരിയ എന്ന് പറയുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ അതൊരു ചെറിയ സപ്പോർട്ടായിട്ട് അവിടെ ആക്ട് ചെയ്യും. ഇപ്പൊ എന്തായാലും ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പൊ അത് നിങ്ങൾ സ്റ്റഡി ചെയ്യാം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് ഇപ്പൊ നമുക്ക് നമുക്ക് കൺവിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്സൈഡിലേക്ക് നമുക്കിപ്പോ മാർക്കറ്റ് ഇപ്പം ഒരുപക്ഷെ ഈ ഒരു 24,859 മുകളിൽ, അതായത് ഇന്നത്തെ വാല്യൂ ഏരിയയുടെ ഹൈ ആണ്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഒരു ബൈ സൈഡിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനിടയിൽ, അതായത് ഇന്നത്തെ വാല്യൂ ഏരിയയുടെ ഹൈന്റെയും ലോയിന്റെ ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു വലിയൊരു മൊമെന്റം ഒന്ന് എക്സ്പെക്ട് ചെയ്ത് സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ ഇതിന്റെ ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അപ്പം ഒരു അപ്സൈഡിലേക്കാണ് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഈ ഒരു ലെവലിൽ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രം എന്താണ് നമുക്കൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിനുള്ള ലെവൽസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യും. ഇപ്പൊ 25,000 ആണ് പിന്നീട് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ലെവല് നോക്കേണ്ട ആവശ്യമില്ല. 25,000 ആണ് നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽ ഇവിടെയുണ്ട്, 25,072 ലെവല് നിഫ്റ്റിയുടെ ഒരു പഴയ POC ആണ്. അത് നമുക്ക് കൺസിഡർ ചെയ്യാം ടാർഗറ്റ് ആയിട്ട്. അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ ഈ മാർക്കറ്റ് ഈ ലെവലിലേക്ക് എന്നാണോ വരുന്നത് ആ സമയത്ത് നമ്മൾ 25,000 നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ എന്താണ് ഇവിടെ ഒരു POC ഉണ്ട്, 25,070 ലെവൽ ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 25,140. കാരണം ഈ ഒരു ലെവലിലാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് നിഫ്റ്റിയിൽ എന്താണ് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്നത്. അപ്പൊ അവിടെ നിന്നാണ് മാർക്കറ്റ് നേരെ നമ്മളിപ്പോ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുന്ന ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിഫ്റ്റിയിലെ ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു
ഒരു ബിഗ് മണി എൻട്രി ഇവിടുന്നാണ്, ഈ ഒരു ലെവലിൽ നിന്നാണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഇതിന് കുറച്ച് മുമ്പും ഇവിടെ മുതലേ നമുക്കൊരു ഇൻഡിക്കേഷൻ നമുക്കുണ്ട്. അതായത് മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്താണ് ആദ്യത്തെ ഒരു 1 അവറിൽ തന്നെ എന്താണ് നമുക്കത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ്. ഏറ്റവും ടോപ്പിൽ 25,220 മുതൽ 25,200 മുതൽ 25,250 വരെ ലെവൽ എന്താണ്, അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ് നിഫ്റ്റിയിൽ. അപ്പൊ അടുത്ത ഇനിയിപ്പം നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഒരു കറക്ഷൻ ഫേസിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നാളത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രീവിയസ് ടൈമിലുള്ള ഒരു POC ലെവലാണ് 55,940 എന്ന് പറയുന്ന ലെവൽ. അപ്പൊ അതിന്റെ ആ ഒരു ലെവൽ എന്താണ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 56,150 ഈ ഒരു ലെവലിന് താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഈ ഒരു POCയിൽ വന്ന് ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇപ്പൊ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ലെവലാണ് 55,600 മുതൽ 55,480 വരെയുള്ള ലെവൽ എന്താണ് സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്. അപ്പം ആ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ചിലപ്പം ചെറുതായിട്ടെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ലെവൽ നമ്മൾ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ലെവലാണ്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 55,470 താഴേക്ക് പോയാൽ മാത്രമേ ഒരു ഫർദർ ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇത് നോട്ട് ചെയ്യുക. അതായത് ഒരു POC ലെവലാണ്. ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് ഈ ഒരു വാല്യൂ ഏരിയന്റെ താഴെ, അതായത് 56,150 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് താഴെ ഈ ഒരു ലെവൽ വരെ എത്താനുള്ള പോസിബിലിറ്റി വെരി ഹൈ. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്, ഇന്നത്തെ ഒരു ലെവലാണ്. അപ്പം അത് ക്രോസ് ചെയ്ത് ഇവിടെ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ നമ്മൾ ഒരു അത്ര ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഒന്നുമില്ല. അതായത് ഇപ്പം മാർക്കറ്റിന്റെ ഒരു കറക്ഷൻ ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്സൈഡിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ ഒക്കെ മുകളിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്സൈഡിലേക്ക് നമ്മൾ അറ്റ് പ്രസന്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അപ്സൈഡിലേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ 56,525 മുകളിൽ ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇതൊരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഒരുപക്ഷെ ഇതിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പതുക്കെ മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺവിഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിഫ്റ്റിയും ഒരുപക്ഷെ എന്താണ് 24,800 മുകളിലൊക്കെ പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയ അപ്സൈഡ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. കൂടുതൽ കൺവിക്ഷൻ നമുക്ക് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവൽസ് ഇതൊക്കെയാണ്. ഒന്ന് 56,620 എന്ന് പറയുന്ന ലെവല്, 625 56,625 പറയുന്ന ലെവല്. അതുപോലെ എന്താണ് 56,860, അതുപോലെ തന്നെ 57,130. ഈ ലെവൽസ് ഒക്കെ കമ്മിങ് ഡേയ്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അടുത്ത അനാലിസിസും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുകളിലോട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടിൽ നിന്നത് POC, അതുപോലെ തന്നെ എന്തെങ്കിലും സിംഗിൾ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി സ്റ്റഡി ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഉറപ്പുവരുത്തുക നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് രണ്ടും ഒരേ ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്ന കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകളുണ്ട്. ഇതൊക്കെ ഒരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അപ്പൊ നിങ്ങളുടെ ഒരു സെബി രജിസ്റ്റേർഡ് ഒരു റിസർച്ച് അനലിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ട്രെൻഡ് എന്ന സ്റ്റോക്കാണ്. ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നത് 5,000 ആണ്. അപ്പൊ ഇതൊരു ലെവലാണ്, ഇമ്പോർട്ടന്റ് ലെവലാണ്. 5,000 എന്ന് പറയുന്ന ലെവൽ എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. അപ്പൊ നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു 5,000 താഴെ ആയിരിക്കണം. ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഈ ഒരു സെറ്റപ്പ് പ്രകാരം നമുക്ക് എൻട്രി ഇല്ല. ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 5,000 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഇവിടെ നമുക്കൊരു ഒരു ഡൗൺ സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ സ്റ്റോക്കിൽ
ഇന്നത്തെ ദിവസം തന്നെ സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്ന സ്റ്റോക്കാണ്. അപ്പം നാളത്തെ നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എന്താണ്, ഇപ്പൊ നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലോട്ട് ബൗൺസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ മുകളിലോട്ട് ബൗൺസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പൊ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഗോദ്രേജ് പ്രോപ്പാണ്. ഇതൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്താണ്, ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്, ഒരു കറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ്, ഇതിൽ നമുക്ക് ഇതും നമുക്കൊരു 2125 താഴെയായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടണം. ഈ ഒരു ലെവലിന് താഴെയാണ് ഇത്, ഈ ലെവലിന്റെ താഴെയായിട്ട് ഓപ്പണിംഗ് കിട്ടി ഒരു പക്ഷെ എനിക്കൊന്ന് ഒരു പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്യുമ്പോൾ 2100 താഴേക്ക് പോകുമ്പോൾ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ രാവിലത്തെ ഒരു 1 അവറിൽ ഒരു പക്ഷെ മാർക്കറ്റ് ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് നിന്നിട്ട് ഒന്ന് മുകളിലോട്ടൊക്കെ പോയിട്ട് ഈ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പം ഈ ഒരു സ്റ്റോക്കിന്റെ ലെവൽസ് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. അപ്പൊ ഇത് നമ്മുടെ സെക്ടർ വൈസ് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുക. ആ, അപ്പം ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇപ്പൊ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 800 എന്ന് പറയുന്ന ലെവലിലാണ്. ഈ ഒരു ബോക്സ്, അതായത് എന്താണ് 800 മുതൽ 805 വരെയുള്ള ലെവൽ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇതിന്റെ താഴെയായിട്ട് വേണം ഓപ്പണിംഗ്. ഒരുപക്ഷെ മാർക്കറ്റ് രാവിലെ തന്നെ എന്താണ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള എൻട്രി അവോയ്ഡ് ചെയ്യുക. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്ത് ഇതിൽ ടച്ച് ചെയ്യാതെ ഇതിൽ താഴെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറെ സമയം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാനുള്ള ഒരു പോസിബിലിറ്റി വെരി ഹൈ. അപ്പം ഈ സ്റ്റോക്കും നമ്മൾ നാളത്തേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പം നമ്മൾ നിഫ്റ്റിയുടെ ഡേ ടൈമിൽ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സെറ്റപ്പ് പ്രകാരം നമുക്ക് കുറെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇന്നിപ്പം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഓപ്ഷൻ ഡേറ്റ പ്രകാരം നമുക്ക് ഒരു ബൈ സൈഡിലേക്ക് നല്ലൊരു വോളിയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആക്ഷൻ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അഗൈൻ മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു നല്ലൊരു വോളിയം നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. 39,000 കോടി ആളുകൾ കോള് ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 28 കോടി ആളുകൾ എന്താണ് പൊട്ട് സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് കുറച്ചിട്ട് ബൗൺസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ അവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ താഴേക്ക് പോന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഈ ഒരു ഡേറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം. ഇതൊരു കോൺടവർ എന്നൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു സംഭവം, ഒരു ഡേറ്റ നമ്മൾ കോൺടവർ വഴിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഡേറ്റയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഓരോ ക്യാൻഡിലും എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ലൈവ് സെഷൻസ് ഒക്കെ ആഴ്ചയിൽ 1-2 ലൈവ്സ് ഉണ്ടാവും. ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്, നിങ്ങളുടെ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഒരു ലേണിംഗ് പർപ്പസ് ആയിട്ട് എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബബിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ, വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എന്താണ് കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ താങ്ക് യു.